കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിനെ കുറിച്ച് വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നമുക്ക് ഈയിടെയായിട്ട് വാട്സപ്പ് വഴി കിട്ടി. അപ്പോൾ ആ ഒരു വീഡിയോ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണും. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഇതിനു മുന്നേ തന്നെ നമ്മൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. വളരെയധികം സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും പ്രയാസത്തിലാവുന്ന രോഗികളെ അവർ മാക്സിമം പിഴിയുന്ന ഒരു പ്രകൃതക്കാരാണ് എന്നുള്ള ആ ഒരു ആരോപണം വർഷങ്ങൾക്ക് മുമ്പേ മിംസ് ഹോസ്പിറ്റലിനെതിരായിട്ട് നമ്മൾ കേട്ടുവരുന്നൊരു ആരോപണമാണ്. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവമാണ് ഒരു രോഗിക്കുണ്ടായത്. ഹലോ സഹോദരന്മാരെ, നമ്മുടെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ 3 ദിവസം മുമ്പ് ഇവിടെ ഒരു ചെറിയൊരു അപകടം ഉണ്ടായിട്ട് ഇവിടെ വന്നു. അപ്പോൾ അവർ എന്ത് ചെയ്ത് 2 മണിക്കൂർ കൊണ്ട് 60,000 രൂപ ബില്ല് എന്ന് പറഞ്ഞ് കുറേ ബില്ലെല്ലാം കൂടി ബില്ലടിച്ച് തന്നപ്പോൾ നമ്മൾ ആ രോഗിനെയും കൊണ്ട് ഇന്ന് കോഴിക്കോട് സഹകരണ ഹോസ്പിറ്റലിൽ വന്ന് അപ്പോൾ ഈ ഫയലുകളെല്ലാം കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതാ ഈ ടെസ്റ്റ് എല്ലാം ചെയ്ത് ഫയൽ നിങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളില്ല, നമുക്കൊക്കെ മിംസ് പോയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു. മിംസ് പോയിട്ട് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവർ ലേബർ എന്ന് പറഞ്ഞ് ഇതൊന്നും ഇവിടെ ഇല്ലാലോ. അപ്പോൾ പറഞ്ഞതാ റെസീറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ ഇതൊന്നും ചെയ്തിട്ടില്ലാലോ. അപ്പം എന്തായി, അപ്പോൾ നമ്മൾ പ്രശ്നമാക്കിയതിന് ശേഷം അവർ സാറ് തെറ്റുപറ്റിപ്പോയതാ, നിങ്ങളൊന്നും ചെയ്യരുത്, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് 10-25 പ്രാവശ്യമായി ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം മിംസിലേക്ക് ഓടുന്നവർ ശ്രദ്ധിക്കുക, വെറും തട്ടിപ്പാണ്, വളരെ ശ്രദ്ധിക്കണം, ഫുൾ തട്ടിപ്പ്. അതാണ് ഈ വോയിസ്. ഇതുപോലത്തെ ഒരുപാട് എണ്ണ ഇത് മാത്രം പിടിപ്പിച്ചതാണ്. ഹലോ സർ, ഞാനേ ഹോസ്പിറ്റൽ മാനേജറെ കൊണ്ട് ഞാൻ നാളെ മോർണിംഗിൽ സാറിനെ വിളിക്കാം. ഹോസ്പിറ്റൽ മാനേജറെ കൊണ്ട് ഞാൻ ഓൾറെഡി കോഴിക്കോടുണ്ട്, ഓൾറെഡി ഹോസ്പിറ്റലാണല്ലോ വിമാനം കൊണ്ട്. ഓക്കെ, ഞാൻ എന്താ ഡയറക്റ്റ് അങ്ങോട്ട് വരും കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സംസാരിക്കാം. അല്ല, നിങ്ങൾ വേണം, എനിക്കൊരു നിർബന്ധമില്ല. കാരണം നിങ്ങളെക്കാട്ടും വലിയ ആളുകളുണ്ടല്ലോ. കുഴപ്പമില്ല, എനിക്ക് കണ്ടാൽ മതി, എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയണം. ഓക്കെ, ഒരു മിനിറ്റ്. ഈ ബില്ല് നിങ്ങൾ GST ഈടാക്കുന്നുണ്ടോ നമ്മുടെ കയ്യിൽ നിന്ന്? അല്ല നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇന്നലെ വരെ ബില്ല് കൊടുത്ത ആളാണെങ്കിൽ അങ്ങനല്ല, അറിയണ്ട. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? അല്ല, നിങ്ങൾ അക്കൗണ്ട്സിൽ ആരാണോ ഇത്തരം ബില്ലുകൾ നിങ്ങൾ GST ഈടാക്കുന്നുണ്ടോ കസ്റ്റമറിൽ നിന്ന്? നിങ്ങൾ അറിയുന്ന ഒരാൾ നമ്പർ തരോ? അല്ല, നമ്മൾ എന്തായാലും മീഡിയക്ക് കൊടുക്കുകയും ചെയ്യും. ഞങ്ങൾ ലീഗൽ കേസായിട്ട് മുന്നോട്ട് വന്നാ. കാരണം അല്ല, നിങ്ങൾ ശരിക്കും ഒരു ഉപഭോക്താവിനല്ല ഇപ്പോൾ വഞ്ചിച്ച്. ഞങ്ങൾ കൃത്യമായിട്ട് ആക്സിഡന്റ് പറ്റി വരുന്ന ഒരു പറ്റം പാവപ്പെട്ട മനുഷ്യന്മാരെ നിങ്ങൾ ചൂഷണം ചെയ്യുന്ന പാടെ വെച്ചിട്ട് നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ചൂഷണത്തിന് മെനക്കെടരുത്. എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങൾ ഉറക്കം കഴിഞ്ഞിട്ട് നേരം വെളുത്തരം അവിടെ നിന്ന് പോകുന്നു. ഈ പാതിരക്ക് ഇങ്ങനെ എന്താ പറയാ പിടിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതാ നിങ്ങൾ ചെയ്ത. സത്യത്തിൽ മനുഷ്യനെ ഇങ്ങനെ അധികം പറ്റിക്കാൻ പാടില്ല. നിങ്ങൾ അറിയാം, ഇത് ഞങ്ങൾ അനുഭവം വെച്ച് നോക്കുന്നത് നിങ്ങൾ തുടരുന്നതാണ്. ഇന്നിപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ പിടിക്കപ്പെട്ടില്ലല്ലോ, ഇപ്പോൾ ഇന്നലെ മാത്രം. കാരണം ഇത്രയും ഭീമമായ ഒരു ടെസ്റ്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാണ്ട് ആളുകളിൽ നിന്ന് രോഗികളിൽ നിന്ന് പൈസ ഈടാക്കുക. എന്ത് തെറ്റാ നിങ്ങൾ ചെയ്തത് നിങ്ങൾ ബോധ്യമാക്കോ? അറിയാം, ശരി, നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി ഞങ്ങൾ ഇന്ന് പിന്മാറും. എന്തുകൊണ്ടെന്നറിയോ? ഇത്തരം രോഗികളെ ചൂഷണം ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള പൊതുജനങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങൾ ആസാദ് മൂപ്പം വെറുതെ അല്ല ഈ പ്രളയ ഫണ്ടിലേക്കും വയനാട് ഫണ്ടിലേക്കും കോടികൾ കൊടുക്കുന്ന പാവപ്പെട്ട ആളുകളെ ചോര ഊറ്റി കുടിച്ചിട്ടാ. ഞങ്ങൾ ഇത് എവിടെയും കരുത്തൽ എത്തിക്കും ഞങ്ങൾ. എന്തുകൊണ്ടെന്നറിയോ? ഞങ്ങൾ കൺസ്യൂമർ കോർട്ട് കൊടുക്കും, അല്ലാത്ത കോർട്ട് കൊടുക്കും, എല്ലാ കോർട്ടിലും ഞങ്ങൾ വലിയ കേസ് കൊടുക്കും. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, മീഡിയ കൊടുക്കുന്നത്. ഈ ബില്ല് സഹിതം ഞങ്ങൾ മീഡിയ കൊടുക്കും. കാരണം ഇങ്ങനത്തെ ഈ മേഖലയിൽ വെച്ചിട്ടല്ല നിങ്ങൾ ചൂഷണം. നിങ്ങൾക്ക് വേറെ കച്ചവടം ചെയ്ത് നിങ്ങൾക്ക് പാവപ്പെട്ട രോഗികൾ പിഴിഞ്ഞ് ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതിന്റെ ആരാ? നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട അല്ല, വേണ്ട, നിങ്ങൾക്ക് മിസ്റ്റേക്കോ ഇനി മിസ്റ്റേക്ക് നല്ല പറയാ. ഞങ്ങളുടെ ഭാഷയിൽ ഇതിന് പിടിച്ചു പറയുന്ന പറയാ. മിസ്റ്റേക്ക് എന്ന് പറയാ. മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങൾ പിറ്റേ ദിവസം സിസ്റ്റം ഓഫ് ആക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ സിസ്റ്റം ഓൺ ആക്കുന്നതിന് മുന്നേ ഈ മിസ്റ്റേക്ക് നിങ്ങൾ സിസ്റ്റത്തിൽ കാണൂലേ? എന്തുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ അറിയിച്ചില്ല? ഈ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റിയാൽ ഒരു മിസ്റ്റേക്ക് പിടിക്കപ്പെട്ടതിന് ശേഷം അല്ല മിസ്റ്റേക്ക് നിങ്ങൾ വിലയിരുത്തുക. ഒരു കാരണമല്ല, ഞങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ച് കൃത്യമായിട്ട് പഠനം നടത്തി. ഞങ്ങൾ നിങ്ങൾ എന്നോട് പൊട്ടത്തരം പറയരുത്. നോ, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പൊട്ടത്തരം പറയരുത്. നിങ്ങൾക്ക് അന്നത്തെ രാത്രി ക്യാഷ് എടുക്കുന്ന സമയത്ത് ഇത്രയും ക്യാഷ് എക്സ്പെൻസ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഫയൽ പുറത്തു പോകാത്ത സിസ്റ്റത്തിൽ പ്രിന്റ് എടുക്കാത്ത ഇത്രയും ക്യാഷ് എക്സ്പെൻസ് നിങ്ങൾക്ക് അധികമല്ലെന്ന്? ക്യാഷ് അധികമല്ലെന്ന് വൈകുന്നേരം ക്യാഷ് ആരെ കൈകാര്യം നിങ്ങളെ ബില്ലിംഗ് അല്ല ഈ 20 സംതിങ് ക്യാഷ് നിങ്ങൾക്ക് കൂടുതലല്ലെന്നേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി? നിങ്ങൾ പറയുന്നത് നിങ്ങൾ മനുഷ്യന്മാരെ പൊട്ടനാക്കാ. ക്യാഷ് ആക്സസ് ആയ വൈകുന്നേരം സിസ്റ്റം ഓഫ് ആക്കുന്നത് മനസ്സിലാവൂലേ? നിങ്ങൾ തെറ്റ് പറ്റിയെന്നൊക്കെ ഇത്ര നേരം പറഞ്ഞോ? തോന്നിവാസം പറയരുത്. അന്ന് ക്യാഷ് ആക്സസ് അല്ലേ നിങ്ങൾക്ക്? പിന്നെ വിവരക്കേട് പറയാ. നിങ്ങൾ സത്യം അത് പറയാം. അങ്ങനത്തെ വിവരക്കേട്, അതെ, അങ്ങനത്തെ അല്ല, ആ മാതി വിവരക്കേട് നിങ്ങളെ പുറത്തോട്ട് പറയാം.
എനിക്കറിയാം, ഞാനൊരു സാധനം നടത്തുന്ന 100 രൂപ വൈകുന്നേരം കൂടുതൽ ഉണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് വൈകുന്നേരം സിസ്റ്റം ഓഫ് ആക്കുന്നത് അറിയാം. ഏതോ ഒരു കസ്റ്റമർ 100 രൂപ എൻ്റെ അടുത്ത് കൂടുതൽ വന്നിരിക്കുന്നുള്ളത്. പൊട്ടത്തര മനുഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ മനുഷ്യന്മാരെ പറ്റിച്ച് പൊട്ടന്മാരൊക്കെ ഞങ്ങൾ അനുവദിക്കില്ല കേട്ടോ. അന്ന് വൈകുന്നേരം കൃത്യമായിട്ട് രാത്രി അന്ന് സിസ്റ്റം ഓഫ് ആക്കുന്ന ആൾ മാറുന്ന ആൾ ചേഞ്ച് ഡ്യൂട്ടിയിൽ ആൾ ചേഞ്ച് ആണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. 24,000 രൂപ ഏതൊരു കസ്റ്റമറോട് കൂടെ വെറുതെ തന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യാക്കി. ഇപ്പം ഒരു അബദ്ധം പറ്റിപ്പോയെന്ന് പറയുന്നത് അല്ലേ? തോന്നിയ മാസം പറഞ്ഞത് അതിലുണ്ട്. ബാക്കി എന്ത് ചെയ്യാന്നറിയാം, ഞങ്ങൾ നാളെ കൺസ്യൂമർ കോർട്ടിൽ കൊടുക്കുന്നുണ്ട്, കേസും കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് അന്നേരം പറയാം. ഇത് ഞങ്ങൾ മീഡിയ കൊടുക്കുന്നുണ്ട്, ഈ ബില്ല് സഹിതം മീഡിയ കൊടുക്കുന്നുണ്ട്. 1 2 മൂന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് GST ബില്ല് തന്നില്ല? നിങ്ങൾ GST ശരിക്കും എത്ര % GST അറിയില്ല? ഞാൻ നാളെ ഞാൻ നാളെ അറിയിച്ചു തരാം. നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾക്ക് GST ബില്ല് തന്നില്ല? കാരണം GST നമ്പറുള്ള ബില്ലാണ് എനിക്ക് തന്നത്. ഞാൻ നാളെ ബില്ല് ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് ബില്ലാ തന്നത്. എന്തിനാ ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് ബില്ലാ? ഞങ്ങളോട് GST ഈടാക്കണ്ടേ? നിങ്ങൾ